എന്താണ് ഈ ഊരാളുങ്കൽ? ഊരാളുങ്കൽ സൊസൈറ്റി നമുക്കറിയാം. ഞാനത് പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്നത്. കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ മാസം 13-ന് 100 വർഷം പൂർത്തിയാക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പുറകിൽ ആരെല്ലാമാണ്? CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുക. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിലെ CPIM-ന്റെയോ പൊതുവിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ കള്ളപ്പണം സൂക്ഷിക്കുന്ന സ്ഥലമാണോ? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കുറെ കാലമായി ഊരാളുങ്കലിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ സത്യമാണോ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 വർഷമായി മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഒപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കളും പലതരത്തിൽ പല ഫോർമാറ്റിൽ പറഞ്ഞുപോയ പേരാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന പേര്. ഊരാളുങ്കൽ എന്ന് കേൾക്കുന്ന പാടെ തന്നെ ഇതെന്തോ മോശം ഉടായിപ്പ പരിപാടിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊതുബോധം പോലും നമ്മുടെ നാട്ടിൽ ഇതിനോടകം രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി? ഈ ഊരാളുങ്കൽ ഇത്രയും ഒരു ഭീകര സെറ്റപ്പ് ആണോ? അതൊരു ഭീകര സെറ്റപ്പ് ആണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ സ്ഥാപനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഈ മാസം 13-ന്, അതായത് 2025 ഫെബ്രുവരി 13-ന് 100 വർഷം തികയുകയാണ്. 1925-ൽ ഒരു സഹകരണ സ്ഥാപനമായി തുടക്കം കുറിച്ച ഈ സ്ഥാപനം ഒരു സഹകരണ സംഘത്തിന്റെ ഫോർമാറ്റിലല്ല അല്ലെങ്കിൽ പതിവ് രീതിയിലല്ല ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണിയാൻ കല്ലുടയ്ക്കുന്ന ജോലിക്കാർക്ക് മുതൽ അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും താമസിക്കാൻ സ്വന്തമായി ക്വാർട്ടേഴ്സും വീടുകളും സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? മുഴുവൻ ആളുകൾക്കും ദിവസത്തിൽ 3 നേരം സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ചിലരുടെയെങ്കിലും ഒരു നെറ്റിയൊക്കെ ചുളിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അതൊക്കെ പോട്ടെ, ഈ കർക്കിടക മാസമായി കഴിഞ്ഞാൽ സുഖചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഒഴിച്ചിലിനൊക്കെ പോകാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ ഊരാളുങ്കൽ എന്ന് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇതിനൊക്കെ ഇവർക്ക് എവിടുന്നാണ് പണം? എങ്ങനെയാണ് ഈ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഈ സ്ഥാപനത്തെ പറ്റിയുള്ള കഴിഞ്ഞ കുറച്ച് വർഷത്തെ മാധ്യമ വാർത്തകൾ കേട്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ റോഡ് പാലം പണി കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നും, ഈ റോഡ് പാലം പണി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡ് പാലം പണി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അഴിമതി എന്നാണല്ലോ അതിന്റെ ഒരു ഇക്വേഷൻ. അത്തരത്തിൽ ധരിച്ചു വെച്ചിട്ടുള്ള നിരവധി ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാകാം. എന്നാൽ ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ന് കേവലം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കരാർ കമ്പനി മാത്രമാണോ? അല്ല എന്നാണ് ലളിതമായ ഉത്തരം. കോഴിക്കോട്ടെ ആദ്യ IT പാർക്കായ UL സൈബർ പാർക്ക് ഇതേ ULCCS അഥവാ ഊരാളുങ്കൽ സൊസൈറ്റിയുടേതാണ്. സൈബർ സെക്യൂരിറ്റിയും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും ഒക്കെയായി 500-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന UL ടെക്നോളജി സൊല്യൂഷൻസ് അഥവാ ULTS എന്ന IT കമ്പനിയും ഊരാളുങ്കലിലേതാണ്. നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന മാറ്റർ ലാബും, വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന UL ഹൗസിംഗും, UL അഗ്രികൾച്ചർ എന്ന പേരിൽ കൃഷിയും, കോവളത്തെ കേരള ക്രാഫ്റ്റ് വില്ലേജ് ടൂറിസവും ഉൾപ്പെടെ ഊരാളുങ്കൽ ഇന്ന് ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 18,000-ലധികം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇതൊന്നുമല്ല ഇവരുടെ പ്രത്യേകത. ഊരാളുങ്കൽ എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെയോ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ഉടമസ്ഥയിലുള്ള സ്ഥാപനമല്ല. മറിച്ച് അവിടെ ജോലിയെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരാണ് അതിന്റെ തുല്യ അവകാശികളായിട്ടുള്ള ഉടമകൾ. ഉടമകൾ അവിടെ ജോലിയെടുക്കുന്ന ആളുകൾ തന്നെ ആയതുകൊണ്ട് വർഷാവർഷം തങ്ങളുടെ ലാഭത്തിന്റെ വിഹിതം കൃത്യമായി തൊഴിലാളികൾക്ക് നൽകുന്ന സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കൽ. ഇന്ന് 7,000 കോടിയിലധികം ആസ്തിയുണ്ട് ഊരാളുങ്കലിന്. റോഡ് പണിക്ക് വേണ്ടി ടാർ ഒരുക്കുന്നവനും ചട്ടിയിൽ മെറ്റൽ വാരുന്നവനും റോഡ് ചൂലുകൊണ്ടടിച്ച് വൃത്തിയാക്കുന്നവനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് ആ സംവിധാനത്തിന്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾ. നേരത്തെ സൂചിപ്പിച്ച കോഴിക്കോട്ടെ ആദ്യ IT പാർക്കായ UL സൈബർ പാർക്ക് അത് തുടങ്ങാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി പോയ ഈ ഇന്നത്തെ ഊരാളുങ്കലിന്റെ ചെയർമാൻ രമേശൻ പാലേരി അനുഭവിച്ച പരിഹാസത്തെപ്പറ്റി അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കേണ്ട ഒന്നാണ്. അപ്പോൾ പരിഹാസം തുടങ്ങി. ഇത്തരത്തിലുള്ള റോഡ് പണിക്കാർ എന്തിനാണ് IT തുടങ്ങുന്നത്? നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ? എന്നും പറഞ്ഞ് 8 മിനിറ്റോളം ശരിക്ക് അങ്ങ് പരിഹസിച്ചു വിട്ടു. അല്ലെങ്കിൽ ഞങ്ങളൊന്നിനും കൊള്ളാത്തവരാണ്, വെറും റോഡ് പണിക്കാരല്ലേ, കാണിച്ചു തരാം. അവസാനം മറ്റുള്ള മാനേജേഴ്സ് എല്ലാം ഭയങ്കര പ്രയാസമായി. അവരാണല്ലോ കൂട്ടിക്കൊണ്ടുവന്നത്. ഭയങ്കര പ്രയാസമായി. ഞങ്ങൾ ഇറങ്ങി, ഒക്കെ പറഞ്ഞിറങ്ങി. പക്ഷേ
പിന്നീട് അതേപോലെ IT പാർക്ക് വന്നു, അവിടെ കമ്പനികൾ വന്നു, സ്വന്തമായി ULTS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി. ഇന്നും ആ വ്യക്തി ഞങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടുക. പക്ഷെ ഇതുവരെ ഞങ്ങൾ പകരം ചോദിക്കാനോ ഞങ്ങൾ IT പാർക്ക് ഉണ്ടാക്കിയെന്നോ പറയാൻ പോയിട്ടില്ല. ഇതുപോലൊരു വലിയ സ്ഥാപനത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ തുടർച്ചയായി എതിർത്തതും തുടരെ വാർത്തകൾ നൽകിയതും എന്തിനാണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സർക്കാർ നൽകിയ എല്ലാ കരാറുകളെക്കുറിച്ചും ലേബർ സൊസൈറ്റിയെ സഹായിക്കാൻ ടെൻഡർ ഒഴിവാക്കിയെന്ന് CPM നേതാക്കളെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ. മാറി വരുന്ന സർക്കാരുകൾക്ക് പ്രിയപ്പെട്ടവർ, ഊരാളുങ്കലിനെ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ എതിർക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം ഊരാളുങ്കലുമായി ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള നേരിട്ടുള്ള മത്സരമാണ്. അതെന്താണെന്നല്ലേ പറയാം. മനോരമയുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ബിൽഡിംഗ് ബിസിനസ് സ്ഥാപനമായ MM ഹൗസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും ഏഷ്യാനെറ്റ് മുതലാളിയുടെ ജുപ്പിറ്റർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡും മാതൃഭൂമിയുടെ KTC ലാൻഡ് ഡെവലപ്പേഴ്സിന്റെ താല്പര്യങ്ങളും, ബൈ ദ ബൈ ഈ KTC ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കൂടാതെ 24 ചാനലിന്റെ പുറകിലുള്ള ഗോകുലം ബിൽഡേഴ്സ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളും, അങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളുടെ പുറകിലുള്ള കൺസ്ട്രക്ഷൻ ബിസിനസ് താല്പര്യങ്ങൾ ഊരാളുങ്കലുമായി ഒത്തുപോകുന്നതല്ല. കല്ലുടയ്ക്കുന്നവനും റോഡ് റോളർ ഉരുട്ടുന്നവനും കൂടി നടത്തുന്ന ഈ സ്ഥാപനത്തോട് കേരളത്തിലെ മാധ്യമങ്ങൾ, മാധ്യമ ബിസിനസ് സ്ഥാപനങ്ങൾ എങ്ങനെ ക്ഷമിക്കാനാണ്? എങ്ങനെ പൊറുക്കാനാണ്? കരാറ് പണി കഴിഞ്ഞ് ബാക്കി വന്ന പൈസ തിരിച്ച് സർക്കാരിന് കൊടുക്കുന്ന എത്ര കരാറുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? മരാമത്ത് പണികൾക്ക് ശേഷം വലിയ തുക സർക്കാരിലേക്ക് തിരിച്ചുകൊടുത്ത് മാതൃകയാവുകയാണ് കോഴിക്കോട് വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈയിടെ കോഴിക്കോട് നഗരത്തിലെ 2 മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ 17 കോടി രൂപയാണ് സൊസൈറ്റി സർക്കാരിന് തിരിച്ചുകൊടുത്തത്. സുതാര്യതയും കാര്യക്ഷമതയും അവിടെ ജോലിയെടുക്കുന്ന മനുഷ്യരുടെ മൊറയിലിനെ ഉയർത്തിയതുമാണ് ഊരാളുങ്കലിന്റെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഘടകം. കാര്യം കോൺഗ്രസ് നേതൃത്വം ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ പല സമയത്തായിട്ട് ഈ ഊരാളുങ്കലിനെതിരെ പലതരത്തിലുള്ള പ്രസ്താവനകളും മറ്റും നടത്താറുണ്ടെങ്കിലും അവരവരുടെ മണ്ഡലത്തിൽ, ഇപ്പൊ MLA കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവരുടെ മണ്ഡലത്തിലുള്ള റോഡ് പണിക്കും പാലം പണിക്കൊക്കെ ഇതേ ഊരാളുങ്കലിനാണ് അവരെല്ലാം പ്രിഫറൻസ് കൊടുക്കുന്നത്. അതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ തന്നെ 2ാമത്തെ റാങ്കിങ്ങുമുള്ള ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കമ്പനിയാണ് ഊരാളുങ്കൽ. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയ, കഴിഞ്ഞ വർഷം പോലും കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കൽ. ശമ്പളമില്ലാതെ ജോലിയെടുക്കേണ്ടി വന്ന മനുഷ്യർക്ക് വേണ്ടി നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദ ഗുരുവിന്റെ നേതൃത്വത്തിൽ വെറും 37 പൈസയുടെ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിച്ച ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹകരണ സഹായക സംഘം ഇന്ന് രാജ്യത്തെ എന്തും വാങ്ങാൻ കേൾപ്പുള്ള അദാനി ഗ്രൂപ്പുമായും ഹൈദരാബാദിലെ മേഗാ ഗ്രൂപ്പുമായും KNR ഗ്രൂപ്പുമായൊക്കെ മത്സരിച്ച് ദേശീയപാതാ വികസനത്തിന്റെ ടെൻഡറുകൾ ഉൾപ്പെടെ കരസ്ഥമാക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. ഇതിനോടകം ചെറുതും വലുതുമായ 7500-ലധികം പ്രൊജക്ടുകൾ പൂർത്തിയാക്കിയ ഈ സഹകരണ സ്ഥാപനം ഇന്ന് കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനു മുന്നിൽ മാതൃകയാണ്. അവസാനമായി, നിങ്ങളിൽ പലർക്കും പലതരത്തിലുള്ള രാഷ്ട്രീയ അനുഭാവമോ ആഭിമുഖ്യമോ ഉണ്ടാകുമായിരിക്കാം. CPM-കാരോ CPM അനുഭാവികളോ കോൺഗ്രസ് അനുഭാവികളോ BJP അനുഭാവികളോ രാഷ്ട്രീയമുള്ളവരോ ഇല്ലാത്തവരൊക്കെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാകും. ഊരാളുങ്കൽ പോലുള്ള തൊഴിലാളി സ്ഥാപനങ്ങളെ എതിർക്കുന്ന വലിയ സാമ്പത്തിക ശക്തികൾക്കും അവരുടെ നാവായ കേരളത്തിലെ മാധ്യമങ്ങൾക്കും കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്നും അവരുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളാണെന്നും വെറുതെ സാധാരണക്കാരായ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതല്ല യാഥാർത്ഥ്യമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുമായി ചേർന്ന് നിങ്ങൾക്കും ഇത്തരം സംവിധാനങ്ങൾ തുടങ്ങാവുന്നതാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ കൂടെ നിൽക്കാവുന്നതാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വളരാൻ കഴിയട്ടെ. ചുറ്റിലുള്ളതെല്ലാം തുല്യതയോടെ അനുഭവിക്കാൻ സാധിക്കട്ടെ. ഈ മാസം 13-ന് 100 വർഷം പൂർത്തീകരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസകളും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.